ഷാർജയിലും നിയമപോരാട്ടത്തിന് വിഭജികയുടെ കുടുംബം ഒരുങ്ങുകയാണ്. വിഭജികയുടെ അമ്മ ഷാർജയിൽ എത്തിയിട്ടുണ്ട്. കോടതിയെ സമീപിക്കാനാണ് നീക്കം. ഷാർജ പോലീസിലും പരാതി നൽകും. ദുബായിൽ നിന്ന് എസ് രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. എപ്പോഴാണ് വിഭജികയുടെ അമ്മയെ നമുക്ക് കാണാം? അവിടെ ദുബായിൽ എത്തിയിട്ടുണ്ട്. നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കുടുംബം. ഇപ്പോൾ ഇവരുടെ കുഞ്ഞിൻ്റെയും അതേപോലെ വിഭജികയുടെയും മൃതദേഹം ഉള്ളത് ഷാർജയിലാണ് ഉള്ളത്. അവിടെ നിന്ന് മൃതദേഹം നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇതടക്കം നിയമപോരാട്ടം ഏകോപിപ്പിക്കാൻ വേണ്ടിയാണോ വിഭജികയുടെ കുടുംബം അവിടെ എത്തിയിരിക്കുന്നത്? വിഭജികയുടെ കുടുംബത്തെ സഹായിക്കാൻ അവിടെ ആളുകളൊക്കെ ഉണ്ടോ രഞ്ജിത്ത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് വിഭജികയുടെ അമ്മ ശൈലജ ഷാർജയിൽ എത്തിച്ചേർന്നത്. തീർച്ചയായും നിയമപോരാട്ടത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വിഭജികയുടെ അമ്മ ഷാർജയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഷാർജ പോലീസിൽ വിഭജികയുടെ അമ്മ പരാതി നൽകും. ഇതിനകം തന്നെ വിഭജികയുടെ ഇവിടെയുള്ള ബന്ധുക്കൾ ഷാർജ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യൻ കോൺസുലേറ്റിലും പരാതി നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഈ വിഭജികയുടെ അമ്മ ശൈലജ നേരിട്ട് വീണ്ടും മറ്റൊരു പരാതി കൂടി നൽകും. അത് ഇന്ത്യൻ കോൺസുലേറ്റിലും അത്തരത്തിൽ പരാതി നൽകും. ഇതിനൊപ്പം തന്നെ കോടതിയിലും, അതായത് വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ അപേക്ഷ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ അപേക്ഷ നൽകും. അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ ഈ വിഭജികയുടെ അമ്മയെ സഹായിക്കാൻ ആളുകളൊക്കെ ഉണ്ടോ? തീർച്ചയായും വിഭജികയെ അമ്മയെ സഹായിക്കാൻ ഇവിടെ നിരവധി മലയാളികളുണ്ട്. അതിൽ വിഭജികയുടെ കുടുംബത്തിൽപ്പെട്ട അവരുടെ ബന്ധുക്കൾ തന്നെ നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്. അവരാണ് ഇതുവരെ നിയമപോരാട്ടം നടത്തി വരുന്നത്. ഒപ്പം തന്നെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രതിനിധികളും ഈ നിയമപോരാട്ടത്തിൽ ഈ വിഭജികയുടെ അമ്മയ്ക്കും അവരുടെ കുടുംബത്തിനും ഒപ്പമുണ്ട്. അവർ UAE കോൺസുലേറ്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. ഒപ്പം തന്നെ 10 മണിയോടുകൂടി ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലും ഈ വിഭജികയുടെ അമ്മ എത്തും. തുടർന്നാകും ഈ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രതിനിധികളുമായി അവർ ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തും. ശരി, എന്തായാലും കാര്യങ്ങൾ എളുപ്പം നടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നീതി കിട്ടട്ടെ ആ കുടുംബത്തിന്. എന്ത് കിട്ടിയാലും നഷ്ടപ്പെട്ടവരെ തിരിച്ചു കിട്ടില്ലല്ലോ. അതാണ് ആ കുടുംബത്തിന്റെ സങ്കടം.